ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഗൾഫിലൊക്കെ ഉഗ്രം മഴയല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ താമസിച്ച ഒരു വീടിൻ്റെ പുറഭാഗം കേട്ടോ. ഞാൻ എസ്റ്റേറ്റിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിപ്പം ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പറമ്പിലായിട്ട് താമസിക്കുന്നത്. അത് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററാണ്. അപ്പം നമ്മൾ ആ പറമ്പിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പഴയ വീടിൻ്റെ പുറംഭാഗം. അച്ചാച്ച ആറ്റ് ചൂണ്ടയിടാൻ പോകുന്നത് അവിടെയാണ് അച്ചാച്ച ആറ്റ് ചൂണ്ടയിടാൻ പോകുന്നത്. എടാ, അവിടെ അച്ചാച്ച ആറ്റ് ചൂണ്ടയിടാൻ പോകുന്നത്. ആ കാണുന്ന ഏരിയ നമ്മുടെ സിമെന്റ് പാലമാണ് കേട്ടോ. ആ കാണുന്ന ഏരിയ സിമെന്റ് പാലമാണ്. അത് കണ്ടൊരു കൂടാരം പോലെ ഒരു വീട്. അത് ഞങ്ങളെ അങ്ങമാടിയിലോട്ട് പണ്ടൊക്കെ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന എൻ്റെ അങ്ങമാടിയിലോട്ടുള്ളൊരു വഴിയാണത്. ആ കൂടാരം കഴിഞ്ഞ് അങ്ങമാടിയിലോട്ട് പോകുന്നൊരു വഴിയാണത്. പണ്ടത്തെ കാലമെല്ലാം ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണത്. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ചേട്ടനാണ്. പേര് ആദിത്യൻ രാജേഷ് എന്നാണ്. അപ്പം ഇവൻ്റെ വീട്ടിലാണ് നമ്മൾ വന്ന്. ഇവനൊരു കൊച്ചനും കൂടെ ഉണ്ട്. അവൻ മിടുക്കൻ പക്രുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു കുരിശ് അത് കണ്ടോ. ദുഃഖവള്ളിക്ക് നമ്മൾ കഞ്ഞി കുടിക്കാൻ പോയത് അവിടെ കേട്ടോ. എനിക്ക് ബിടിഎസിന്റെ ഫാൻ മേടിച്ചോ? ഇല്ല, എനിക്ക് മേടിക്കാൻ പറ്റില്ല. അതൊരു ബുക്കാടി. അതിൻ്റെ അകത്ത് ബിടിഎസിന്റെ ഫാനാണ്. അതൊരു ബുക്കാ. അതിൻ്റെ ഈ തൂക്കിയിട്ടേക്കുന്നത് ബുക്കാ. അതിന് എഴുതണം. യൂട്യൂബിൽ നോക്കി കുളം എസ്റ്റേറ്റ്. അപ്പം അവിടെ പോകണം. നമുക്ക് ആദ്യം അവിടെ നിന്ന് ചെയ്യാം. യൂട്യൂബർ ആദ്യം പോ. അപ്പൊ ഗൈസ്, ഇതാ ഞങ്ങളുടെ ഫേവറേറ്റ്, എൻ്റെ ചേട്ടൻ്റെയും ഫേവറേറ്റ് പാറ. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പാറ. അവിടെ ഒരു പേരയ്ക്കമരം ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനം കേട്ടോ. അതാണ് നമ്മുടെ സ്വന്തം പൂക്കളം എസ്റ്റേറ്റ്. ആ കാണുന്നതാണ് കേട്ടോ. അവിടെ അപ്പൊ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുനിയാണ്ടി സ്വാമിയുടെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ കല്ലിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ചെരുപ്പ് ഊരിയിട്ടേ പോകാറുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ നേരത്തെ നമ്മുടെ തമിഴ്ക്കാരൊക്കെ വൈകിട്ടൊക്കെ ആകുമ്പം ഇങ്ങോട്ട് വരും. അതായത് മെഴുതിരി കത്തിക്കാൻ. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മെഴുതിരി എല്ലാം നമ്മുടെ എന്തായിരുന്നു വിളക്ക് കത്തിക്കാൻ വരും കേട്ടോ. ആ ഓട് കത്തിക്കുന്നുണ്ടോ, അവിടെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കും. അപ്പം ഈ ഒരു ഉണങ്ങിയ പുല്ലും കൊണ്ട് ഞങ്ങൾ നേരത്തെ ലൈറ്റ് വെച്ച് കിളിക്കൂട് ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഇതൊരു കല്ലല്ലായിരുന്നു. ഞാൻ ഇതോർത്ത് ഇത് കല്ലായിരുന്നു. എനിക്ക് ഇതിനെ പോലത്തെ തെളിച്ചതാ കൊച്ചു. എൻ്റെ എറിയല്ലോ കൊച്ചു, എറിയല്ലോ.